അതിന് ഇതുപോലെ വളരെ വൈകാരികമായ ഒരു വിഷയം. സാധാരണ വിഷയങ്ങൾ കൊണ്ട് അത് സാധിക്കില്ല, വൈകാരികമായിരിക്കണം. അതിനാണ് വന്ദേ മാതരത്തില് കയറി പിടിച്ചിരിക്കുന്നത്. നാലാമത്തേത് രാഷ്ട്രീയമായിട്ട് BJPക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റുവിനെ 10 പള്ളു പറയാൻ കിട്ടുന്ന ഒരവസരം, അത് ഉപയോഗിക്കുക. നുണകൾ, എന്ത് നുണകൾ വേണമെങ്കിലും പറയും. നെഹ്റു എഴുതാത്ത കത്തിനെ കുറിച്ച് നെഹ്റു എഴുതിയെന്ന് പറയും, നെഹ്റു പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയും. അങ്ങനെ നെഹ്റുവിനെ ഒരു വില്ലനായി രാജ്യത്തിന് മുമ്പിൽ പ്രതിഷ്ഠിക്കുക, അല്ലെങ്കിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ രാജ്യത്തെ അങ്ങനെ വിശ്വസിപ്പിക്കാൻ നോക്കുക. അതിനുള്ള ഒരു തന്ത്രം, അതും ഈ 2 സഭകളിലെയും ചർച്ചകളിൽ BJP പയറ്റിയ തന്ത്രമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം വളരെ മഹിതമായ ഒന്നാണ്. അതിന്റെ ഒരു ഏടുകളിലും ഒരു പേജുകളിലും ഇവർക്കൊരു അവകാശം പറയാനില്ല. കോൺഗ്രസിന്റെ ഒരു നേതാക്കൾ പോലും ജയിലിലായപ്പോൾ ബ്രിട്ടീഷ് അധികാരികൾക്ക് മാപ്പ് എഴുതി കൊടുത്തിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. അവരൊക്കെ നേരത്തെ ഖാർഗെ പറഞ്ഞതുപോലെ ദേശീയ ഗീതം ആലപിച്ചുകൊണ്ട് ജയിലിലേക്ക് പോവുകയാണ് ചെയ്തത്. ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മോദി പ്രധാനമന്ത്രിയായി രാജ്യം ഭരിച്ചിടത്തോളം കാലം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. നെഹ്റു മാത്രമല്ല, നെഹ്റുവിനെ ആക്ഷേപിച്ചതുകൊണ്ട് നെഹ്റുവിന്റെ അനുഭവം പ്രിയങ്ക ഗാന്ധി പറഞ്ഞതാണ്. ഗാന്ധി അടക്കമുള്ള നേതാക്കൾ, എത്രയെത്ര നേതാക്കൾ, എത്രയെത്ര പ്രവർത്തകർ, ധർമ്മപടന്മാര് ജയിലിൽ കഴിഞ്ഞവർ, അവരാരും എന്നെ മോചിപ്പിച്ചാല് ഞാനും എന്റെ കുടുംബവും എന്റെ സഹപ്രവർത്തകരും എന്റെ സംഘടനയും എല്ലാം ബ്രിട്ടീഷ് യജമാനന്മാരുടെ ദാസ്യപ്പണി ചെയ്യാമെന്ന് എഴുതി കൊടുത്തിട്ടില്ല. അവർ പോരാടിയവരാണ്. ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശക്തിയെ, വൻ ശക്തിയെ വെല്ലുവിളിച്ചവരാ അന്ന് ഈ സമരത്തിൽ പങ്കെടുത്തവര്. അന്ന് ഈ സംഘപരിവാരത്തിന്റെ പഴയ ആളുകൾ, നേതാക്കള് മാപ്പപേക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് സമർപ്പിക്കാൻ, എന്നിട്ട് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ.